അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ, രോഗമുള്ളവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാരഥന്മാരായ പ്രവാചകന്മാർ അവർ പല വിഷമഘട്ടത്തിലും മഹത്തായ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിഷമങ്ങൾ അല്ലാഹു പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മഹത്തായ ദിക്റുകൾ നമ്മളും ചൊല്ലി ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. എത്രയോ പേര് ഭവനമില്ലാത്തവരുണ്ട്, വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയാത്തതായി ആരും തന്നെ ഇല്ല. മഹാനവറുകൾ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്ർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ, ഈജിപ്ത് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭരണാധികാരം അല്ലാഹു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകി എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് മഹാനവറുടെ ജീവചരിത്രം നമ്മൾ എടുത്താൽ നമുക്കറിയാം. സ്വന്തം സഹോദരങ്ങൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിക്കാനായി വഞ്ചിക്കാനായി അവർ തന്ത്രങ്ങൾ മെനയുകയും അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു. മഹാനവറുകൾ ആ സമയത്ത് ചൊല്ലിയ ഒരു ദിക്റുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന റബ്ബീ ലതീഫുൻ ലിമാ യശാ, ഇന്ന റബ്ബീ ലതീഫുൻ ലിമാ യശാ. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, നീ ആർക്കാണോ നീ ഉദ്ദേശിച്ചിട്ടുള്ളത്, നീ ഉദ്ദേശിച്ചവർ, നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ്, നീ മൈൻഡ് ചെയ്ത് കൊടുക്കുന്നവനാണ്, നീ കരുണ ചെയ്യുന്നവനാണ്, നീ ഉദ്ദേശിച്ചവനല്ലാഹുവേ, നീ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ലത്തീഫ് എന്നുള്ള മഹത്തുക്കളായ അരിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. യാ ലത്തീഫ്, ലത്തീഫ് എന്നുള്ള മഹത്തായ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, നമുക്ക് നോക്കാം. അലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അവ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ പ്രയാസപ്പെടുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിൽ, വേദനിക്കുകയാണെങ്കിൽ, മഹത്തുക്കളായ ആലിമീങ്ങൾ ഒരു എണ്ണം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ എണ്ണം അനുസരിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിക്റ് ചൊല്ലിയിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ദിക്റ് ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ റബ്ബ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്, നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദൈനംദിനം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കടക്കാറുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആൾക്കാരുടെ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. സകല വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവരെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്ന ഈ മഹത്തായ ഇസ്മ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, അതിന്റെ മഹത്വങ്ങൾ നമുക്കൊന്ന് നോക്കാം. മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ഈ മഹത്തായ ദിക്ർ നാം ചൊല്ലിയിട്ട് ഏത് കാര്യം അല്ലാഹുവിനോട് തേടിയാലും അല്ലാഹു അതിനുള്ള വഴികൾ വിശാലമാക്കി തരുമെന്നാണ്. അപ്പൊ അതിനൊരു കണക്കുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്കൊരു കണക്ക് വെച്ച് ചെല്ലാൻ തരും. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ വലിയ രഹസ്യമുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു അതിന്റെ മഹത്തായ ഒരു കണക്ക്. അപ്പൊ ദിവസം നമ്മൾ 129 പ്രാവശ്യം വെച്ച് യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നീ മഹത്തായ ദിക്ർ ദിവസം 129 വെച്ച് നമ്മൾ ചൊല്ലണം. 129ന് 129 കൊണ്ട് ഗുണിച്ചാൽ 16,641 കിട്ടും. അപ്പൊ 16,641 കിട്ടും. അപ്പൊ ഈ 16,641 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എത്ര ദിവസം കൊണ്ടാണ് ഈ 16,641 നമ്മൾ ചൊല്ലി തീർക്കേണ്ടിയുള്ളത്? 9 ദിവസം കൊണ്ട് നമ്മൾ ചൊല്ലി തീർക്കണം. ഒറ്റ ഇരിപ്പിൽ ചൊല്ലി തീർക്കണമെന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ചൊല്ലുക. ഒറ്റ ഇരിപ്പിൽ ചൊല്ലി തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചൊല്ലിയാൽ അങ്ങനെ
അതല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് നിങ്ങൾ ചൊല്ലി തീർക്കണം. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേ. നിങ്ങളുടെ വിഷമങ്ങൾ ഏതാണോ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏതാണോ, നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ മുൻനിർത്തിയിട്ട് ഈ മഹത്തായ ദിക്റിൽ നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ അവരുടെ വിഷമങ്ങൾ നമ്മളുമായി പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, രോഗമുള്ളവരെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ, കടം കൊണ്ട് വലയുന്നവർ, കച്ചവടത്തിലെ പ്രവൃത്തിയില്ലാത്തവർ, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നിങ്ങൾ എല്ലാവരും നല്ല ഇഖ്ലാസോടെ ഈ ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹസനാക്കി തരുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. മഹത്തായ ദിക്റുകള്, അസ്മാഉൽ ഹുസ്ന, സലാത്തുകള്, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ കഴിയുന്നതാണ്. അതുപോലെ അമ്പിയാക്കൾ പല വിഷമഘട്ടത്തിലും അവർ ആ ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്തു എന്നുള്ളതാണ്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയപ്പോൾ അല്ലാഹു മഹാനവരുകളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ മുറുകെ പിടിച്ച് നല്ല ഇഖ്ലാസോടെ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം. പഠിച്ചവരെ, ഞാൻ ഇന്ന ഒരു വിഷയത്തിൽ കുടുങ്ങിപ്പോയേ അല്ലാഹ്, ഈ ദുനിയാവിലെ ക്രിയകളിൽ പഠിച്ചവനെ ഞാൻ കുടുങ്ങിപ്പോയ റബ്ബേ, എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ ഈ മഹത്തായ ദിക്ർ 129 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചൊല്ലി നോക്ക്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക്, ഞാൻ മുകളിൽ ഒരു കണക്ക് പറഞ്ഞ ആ കണക്കനുസരിച്ച് ചൊല്ലി തീർത്തിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേ. റഹ്മാനായ റബ്ബ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അപ്പൊ ഈ ദിക്ർ ഒരു 129 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഡെയിലി അങ്ങോട്ട് ചൊല്ലി അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. നിങ്ങൾ ആവശ്യങ്ങൾ നിറവേറണമെങ്കിൽ 9 ദിവസം കൊണ്ട് 16,641 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ദുആ ചെയ്യേ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹസനാക്കുന്നതാണ്. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പഠിച്ചവനേ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗമുള്ളവരുടെ രോഗം ശുഭയാക്കണേ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഖബറിലാണ് റബ്ബേ, നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിച്ചവർ പലരും മരണപ്പെട്ടു പോയ റബ്ബേ, നീ മാപ്പിയണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്, കടങ്ങളൊക്കെ വിടണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിൽ മുഴുവനും ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകൾ ഞങ്ങൾക്ക് അവൻ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.